Hi guys! വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് പൗഡറിന്റെ റെമഡിയാണ് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത്. ഗൈസ്, നിങ്ങൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കിന്ന് വൈറ്റനിങ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗഡറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഒരു പൗഡർ ഒറ്റ തവണത്തേക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ ഒരു വൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് റൈസാണ്. അപ്പം ഞാനിവിടെ ചോറ് വെച്ച് കഴിക്കുന്ന റൈസാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ പച്ചരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ പച്ചരി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റൈസ് എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ നനവ് പാടില്ല. നമ്മളിത് പൗഡർ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നനവില്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ഈ ഒരു ഉഴുന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെയാണ്. സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്, ഇൻസ്റ്റന്റ് റിസൾട്ടാണ്. ഇത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, കുട്ടികൾക്കും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. 10 വയസ്സിന് മുകളിലോട്ടുകൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ റൈസും ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പിന്റെ പൗഡർ ഇല്ലേ, ഗോതമ്പാവ്, അതാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൈസ് മുഴുവൻ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് 3ഉം കൂടിയിട്ട് അങ്ങ് ആഡ് ചെയ്തിട്ട് അങ്ങ് പൊടിച്ച് കൊണ്ടുവരികയാണ്. നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് മെയിൻ ബോഡിയിലേക്കെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. നമുക്കിത് ഫേസിലേക്കും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് ഫേസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പൗഡർ നമ്മളിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇത് പൗഡറാക്കി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് തടി വരും. നമുക്ക് ബോഡിയിലാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ബോഡിയിൽ എന്നും സ്ക്രബ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഫേസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നുള്ള മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഈ ഒരു പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മൾ തൈരോ അല്ലെങ്കിൽ പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു ഉഴുന്ന് നല്ല രീതിക്ക് തന്നെ ഈ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന തൈരാണെങ്കിലും പാലാണെങ്കിലും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇച്ചിരി അധികം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നോക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും അപ്ലൈ ചെയ്യാം. 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. ബോഡിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ലീവ് ചെയ്യാനായിട്ട് വിടുക. ഫേസിലാണെങ്കിൽ അതുപോലെ തന്നെ ഒരു 10-20 സെക്കൻഡ് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഡെയിലി ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഡെയിലി ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ സ്കിന്ന് നാൾക്ക് നാൾ വൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന്ന് നല്ലൊരു ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾക്ക് ഇത് കുളിക്കുന്ന സമയത്ത് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് കുളിച്ചിട്ട് തൃപ്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, സോപ്പ് ഉപയോഗിച്ച് നന്നായി കുളിച്ചു വരിക. കുളിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വന്നാലും മതി കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ല വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.